എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചായിരുന്നു ചെടികൾക്ക് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ കരുത്തിൽ ചെടികൾ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും കരുത്തിൽ ചെടി നിൽക്കാൻ സാധാരണ ഒരു വളമുണ്ട്, അതെല്ലാവരും അങ്ങനെ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതാണ് ഈ ഇലയ്ക്ക് ഇത്രയ്ക്കും കറുപ്പ് കിട്ടാൻ കാരണം. ഇത് ചാണകപ്പൊടി മാത്രം ഇട്ടാൽ ഇത്രയും കറുപ്പൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ട വളം ഞാൻ കാണിച്ചു തരാൻ എന്തൊക്കെയായിരുന്നു. ഞാൻ സാധാരണ ചെയ്യുന്ന വളങ്ങൾ പല ടൈപ്പുണ്ട്. ഫാക്ടംബോസ് ഇടാറുണ്ട്, അതുപോലെ DAP, NPK, നാനോ യൂറിയ, അതുപോലെ മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ ഞാനതൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫാക്ടംബോസ്. ഇതെല്ലാ വളക്കടകളിലും കിട്ടുന്നൊരു വളമാണ്. ഇതൊരു ചെടിക്ക് വളർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു വളമാണ്. ഇതിടുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് കയറി വരികയും ഒരു ആഴ്ചയിലേക്ക് അല്ലെങ്കിൽ 1-2 ആഴ്ചകളിൽ ഇടവിട്ട് ഒരു 10 തരി വീതം ഒരു ചെടിക്ക് ഇട്ടാൽ മതി. അത് പെട്ടെന്ന് തന്നെ ചെടി വളർന്ന് കയറി വരുന്നതാണ്. അതോടൊപ്പം മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സാൾട്ട് എന്നൊക്കെ പറയും. ഇതും വളക്കടകളിൽ കിട്ടുന്നതാണ്. ഇതിടുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ല കറുപ്പ് നിറം കിട്ടും. ഇലയ്ക്ക് നല്ല പച്ചപ്പ് തോന്നും. ചെടിക്ക് നല്ല കരുത്ത് കണ്ടാൽ പെട്ടെന്ന് തോന്നുന്നതാണ്. ഇതിനും വലിയ വിലയൊന്നുമില്ല. കിലോയ്ക്ക് ഏതാണ്ട് 25 രൂപയ്ക്ക് താഴെയുള്ളൂ നമ്മുടെ വളക്കടകളിൽ മേടിക്കുകയാണെങ്കിൽ. പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല വിലയാണ്, ഏകദേശം 100 രൂപയ്ക്ക് അടുത്ത് കിലോയ്ക്ക് വരും. അതുപോലെ തന്നെ പ്രൂൺ ചെയ്യുമ്പോൾ ചെറിയ തളർപ്പിൽ നമ്മൾ നാനോ യൂറിയ ഇഫ്കോയുടെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാ യൂറിയയിലും മതി. ഇതിനൊരു 1/2 ലിറ്ററിന് 225-230 രൂപ വില വരും. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തളർപ്പുകൾ വളർന്നു വരുന്നതാണ്. അതുപോലെ തന്നെ NPK, ഇതും നമ്മൾ സ്പ്രേ അടിക്കുന്നൊരു വളമാണ്. ഇതും ചെടിക്ക് നൈട്രജനും പൊട്ടാഷൊക്കെ ഉണ്ട്. വളർച്ച കൂടുതൽ കിട്ടും, ചെടി പെട്ടെന്ന് വളരും. പൂക്കളധികം ഉണ്ടാകത്തൊന്നുമില്ലെങ്കിലും NPK ഇട്ടാൽ എങ്കിലും ചെടി പെട്ടെന്ന് വളരാനൊരു ഇതാവും. ഇതും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ചെടിക്ക്. ഇത് പൊട്ടാഷ്, ഇതും ചെടിക്ക് പൂക്കളുണ്ടാകാൻ വേണ്ടി ഇടുന്നതാണ്. പക്ഷെ ഇതിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ തണ്ടിലൊന്നും പോയി തട്ടരുത്. അധികം തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടിയുടെ കോഡക്സൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വേണം ഇടാൻ. ഇതും നമ്മുടെ വളക്കടകളിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നാനോ DAP, ഇത് 1/2 ലിറ്ററിന് ഏകദേശം 600 രൂപ വിലയാണ്. 8-10 ചെടികളിലൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ DAPയുടെ തന്നെ നമുക്ക് ഗ്രാനുവൽസ് കിട്ടും ചെറുത്. ഇത് കിലോയ്ക്കൊക്കെ പല വിലയാണ്, എങ്കിലും ഇത്രയും രൂപ കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇതും നമ്മൾ ലിറ്ററിലൊരു 3 മില്ലി 4 മില്ലിയൊക്കെ സ്പ്രേ അടിക്കാറുണ്ട്. ഇതൊക്കെ പൂക്കളുണ്ടാകാൻ വേണ്ടിയുള്ള വളങ്ങളാട്ടോ DAP ഒക്കെ. ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് ഏകദേശം ഒരു 2 മാസമൊക്കെ 1.5 മാസം കഴിഞ്ഞ് ചെയ്യുന്ന വളങ്ങളാണ്. അപ്പോൾ അന്നേരത്തേക്ക് ആ ടൈമിലാണ് നമുക്ക് പൂക്കളുണ്ടാകുന്നത്. ആ സമയത്താണ് നമ്മളിതിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊന്നും നമ്മൾ പ്രൂൺ ചെയ്ത് ഉടനെ തന്നെ DAP ഒന്നും സ്പ്രേ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാഗ്നോമൈറ്റ്. ഇത് ഈ സ്പൈഡർ മൈറ്റിൻ്റെ ഒക്കെ ഒരു ആക്രമണം ഉണ്ടായാലും നമ്മൾ ചെയ്യുന്ന സംഭവമാണിത്. ഇതൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം. നല്ല കെമിക്കലാണ്, വിഷമാണ്. ഇത് ഒരു 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 മില്ലി 2.5 മില്ലിയൊക്കെ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്പൈഡർ മൈറ്റ്, അതുപോലെ മൂഞ്ഞ, ഒരുമാതിരി എല്ലാ പ്രാണികളുടെയും നമുക്ക് ചെറുത്ത് നിൽക്കാനാവും ചെടിയിൽ. ഈ ഇത് എല്ലാ ഇവിടെയും കിട്ടും, വളക്കടകളിൽ കിട്ടും. ഇത്ര മില്ലിയാണിത്, 100 മില്ലിയാന്ന് തോന്നുന്നു. 100 മില്ലിക്കാണ്ട് 200 രൂപ ആ ഒരു റേഞ്ചാണെന്ന് തോന്നുന്നു. 200-250 രൂപ റേഞ്ച് ആവും. വേറെ നമ്മൾ ചാണകപ്പൊടി, പിന്നെ നമ്മൾ ഇടയ്ക്ക് കരി ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ മരത്തിൻ്റെയൊക്കെ കരിച്ച കരി ഇട്ട് കൊടുക്കാറുണ്ട് വളമായിട്ട്. എല്ലുപൊടിയും അതുപോലെ തന്നെ നമ്മൾ വേപ്പ് മണ്ണാക്കൊന്നും ആദ്യമൊക്കെ ഇടുമായിരുന്നു, ഇപ്പോൾ ഇടാറില്ല. ഞാൻ സാധാരണ ഇത്രയും വളങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളൂ. അത്യാവശ്യം നല്ല കരുത്തിൽ ചെടികൾ കയറി വരും ഇതൊക്കെ ചെയ്താൽ. അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെടികളിൽ
ഈ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ചിത്രശലഭങ്ങൾ വന്ന് ധാരാളം മുട്ടയിടാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മളത് അതിൻ്റെ മുട്ട നശിപ്പിച്ച് കളയണം. അല്ലെങ്കിൽ അതിൻ്റെ പുഴു ലാർവ വളർന്ന പുഴുവായിട്ട് അത് പെട്ടെന്ന് അതിൻ്റെ തളിരുകൾ തിന്ന് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ചെടി നല്ല അത്യാവശ്യം നല്ല കരുത്തിന് വളരും. ഞാൻ സാധാരണ ഇപ്പോൾ ഈ കാണിച്ച വളങ്ങളൊക്കെയാണ് ചെടികൾക്ക് ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യാറില്ല പൊതുവെ. പിന്നെ നമ്മളിടുന്ന പോട്ട് മിക്സിൻ്റെയാണ്. പോട്ട് മിക്സ് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ചെടി പറിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന്. ചെടികൾക്ക് ധാരാളം ചെറിയ വേരുകൾ കാണും പോട്ട് മിക്സ് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കോഡക്സ് മാത്രമേ കാണത്തുള്ളൂ. വലിച്ച് പറിച്ച് നോക്കുമ്പോൾ അധികം ചെറിയ വേരുകളൊന്നും കാണത്തില്ല. ചെറിയ വേരുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ വളം വലിക്കത്തുള്ളൂ. ആ വേരുകളാണ് ഇതിന് നമ്മൾ ഈ ചെയ്യുന്ന വളങ്ങളെല്ലാം വലിച്ചെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളത്. നമ്മുടെ വലിയ കോഡക്സിന് വളങ്ങൾ വലിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. അതിന് കോഡക്സിൽ നിന്ന് വരുന്ന ചെറിയ വേരുകളാണ് വളങ്ങൾ വലിച്ചെടുക്കുന്നത്. ആ ചെറിയ വേരുകൾ ധാരാളമായിട്ട് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പോട്ടി മിക്സ് നല്ല കൃത്യമായിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. ചിലർ സിൻഡർ പോലത്തെ മേടിച്ചിട്ടാണ്. അതിന് കിലോയ്ക്ക് ഒരു ഏകദേശം ഒരു 70 രൂപ 60 രൂപയൊക്കെ തോതിൽ വില വരും. അത് നല്ല പോട്ടി മിക്സാണ്. പക്ഷെ നമുക്ക് ഒത്തിരി ചെടികളുള്ളപ്പോൾ ഇത് ഇടാൻ മുതലാവില്ല. ഒരു ചട്ടിക്ക് തന്നെ ഏകദേശം ഒരു 4 കിലോ 5 കിലോ ഒക്കെ വേണ്ടി വരും. അപ്പോൾ 250 രൂപയൊക്കെ വിലയാവും. ഇല്ലെങ്കിൽ നമ്മൾ നല്ല മണൽ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ചരലിട്ട് കൊടുത്താലും മതി. അതിൽ ചാണകപ്പൊടി, കുറച്ച് ചകിരിച്ചോറ് ഇടാതിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ ചിപ്സ് കിട്ടും, കൊക്കോ ചിപ്സ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൊക്കോ ചിപ്സ്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇത് ചകിരിച്ചോറിനേക്കാളും ഇച്ചിരി കൂടെ ബെറ്ററാണിത്. ഇതിന് ഏതാണ്ട് 5 കിലോയ്ക്ക് ഒരു 200 രൂപ അടുത്ത് വില വരും. ഇതാകുമ്പോൾ ചെടികളുടെ വേരുകൾ പെട്ടെന്ന് ഇതിലേക്ക് പടർന്നു വരികയും പെട്ടെന്ന് വളം വലിക്കാനുള്ളൊരു അതായത് ചെറിയ വേരുകളുണ്ടാകും, പുതിയ വേരുകൾ കുഞ്ഞത്. വളം വലിച്ചെടുക്കാൻ ഏറ്റവും നല്ലത് ചെറിയ വേരുകൾക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു കപ്പാസിറ്റി. വലിയ കോഡക്സിന് വളം വലിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ ഈ കൊക്കോ ചിപ്സ്. ഇതൊക്കെയാണ് ഞാൻ പൊതുവെ ചെയ്യുന്ന വളങ്ങളും അതേപടി പോട്ടി മിക്സിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ചെടി നല്ല കരുത്തിന് വളർന്നു വരും. അധികം ചാണകപ്പൊടി ഇട്ടാൽ ചെടി വളർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അധികം ചാണകപ്പൊടി യൂസ് ചെയ്യരുത്. പക്ഷേ ഇലയ്ക്ക് നല്ല കറുപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ മഗ്നീഷ്യം സൾഫേറ്റ് തന്നെ യൂസ് ചെയ്യണം. മഗ്നീഷ്യം സൾഫേറ്റ് യൂസ് ചെയ്താൽ ചെടി നല്ല കരുത്ത് ആയിട്ട് നിൽക്കും. അതായത് ഇലയ്ക്ക് നല്ല പച്ചപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾ സമയം പോലെ ഉള്ളവരൊന്ന് പരീക്ഷിച്ച് നോക്കുക. ചെടിക്ക് ഉറപ്പായിട്ട് നല്ല കരുത്തും നല്ല കളറും കിട്ടും, നല്ല പച്ചപ്പ് കിട്ടും. അപ്പോൾ ഓക്കേ.